ورحمة الله تعالى وبركاته. بسم الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എക്സലൻസ് ക്യാമ്പസ് ഫെസ്റ്റ് വേദിയിലാണല്ലോ. ഈ അവസരത്തിൽ ബദർ എന്ന വലിയൊരു ചരിത്രത്തിൽ നിന്ന് ഒരംശം ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. വിശ്വപ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ മദീനയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി. സ്വന്തം പിറന്ന നാട്ടിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്റെ അണികൾക്ക് നഷ്ടമായ സ്വത്തുകൾ തിരിച്ചു ചോദിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ആ സമയത്താണ് അബൂ സുഫിയാനും കൂട്ടരും ഷാമിൽ നിന്നും കച്ചവടം കഴിഞ്ഞു തിരിച്ചു വരുന്നുണ്ടെന്നറിഞ്ഞ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ അനുചരന്മാരും കൂടെ ബദറിലേക്ക് യാത്ര തിരിക്കുന്നത്. ഈ വിവരം തന്ത്രപൂർവ്വം അബൂ സുഫിയാൻ അറിയുകയും ലംലമിനെ ഈ വിവരം മക്കയിലേക്ക് എത്തിക്കാൻ അയക്കുകയും ചെയ്തു. വിവരം കൊണ്ട് ലംലമും നാക്കത്തേറി നടക്കുന്നേ, ഉമ്മുൽ ഖുറാവിൽ അണയുമുണ്ട് ഇനം വന്നേ, എളിവർണ്ണ വീക്കമ്മ തായാതിക ഉമ്മതാ തേറിത്തോയിൽ തന്നിൽ കണ്ടളേക മനാമതാ വളമാമനാക്കിന കണ്ട കൂടത്താലേ മകരില്ല ഭാസിൽ വരുത്തി ചേരി മൊളിന്താലേ ഉണർമക്കാനിയിൽ പോരിലുള്ള കലാവർക്ക് കൊല്ലിൽ ബലിയെ ബലാൽ വരുന്നുണ്ട് രാശക്ക്. മക്കത്തേക്കുള്ള യാത്രക്കൊരുങ്ങി കുതിരപ്പുറത്തു കയറി മക്കയിലേക്ക് എത്തുന്നതിന്റെ 3 ദിവസം മുമ്പ് മക്കയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. തെളിവർ നബിക്ക് അമ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതി സഹോദരിയായ അമ്മായിയായ ആത്തിക ബീവി ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ട് എഴുന്നേറ്റ് ആത്തിക ബീവി പേടിച്ചു വിറക്കുകയാണ്. പേടിച്ചു നെറ്റിത്തടത്തിൽ ഇങ്ങനെ വിയർപ്പു കണികൾ കെട്ടിക്കിടക്കുകയാണ്. ചുണ്ടിൽ എന്തോ ഇടറുന്നുണ്ട്. തന്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ആത്തിക ബീവി പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. തങ്ങളെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്ത് സ്വപ്നമാണ് കണ്ടത് ആത്തിക? ആത്തിക ബീവി പറഞ്ഞു, ഞാൻ ഒരു ഭയപ്പെടുത്തുന്ന സ്വപ്നമാണ് കണ്ടത്. എന്ത് ഭയപ്പെടുത്തുന്ന സ്വപ്നമോ? പറയൂ ആത്തിക, പറയൂ. അങ്ങനെ ആത്തിക ബീവി പറയുകയാണ്, ശക്കില്ല കണ്ടൻ ഒരു കരവ് മാളല്ലൈലി ശാബന്നൊരോട്ടകം ഏറി നീണ്ടവ താഹയിൽ മിക്കത്തിൽ പാലനി പടങ്കം നീട്ടി തൻ ഹസ്തദാൻ ചിത്തത്ത് സൈഹത്താൽ താലനാദീര വേഗത്താൽ മക്കത്തിനുങ്കൾ തള്ളിയിടുന്ന മഹാൻ കുള്ള ഫൽഹിറുയാല ഉദുമൈർക്ക് ബനായില്ല അക്കോമൽ പൊള്ളന ഞങ്ങൾ കേട്ടു നീ ചെണ്ടുതൈ അവിടെ വിട്ടോട്ടക
ബിരുദം മക്ക ശുജാഅത്തുള്ളവരാലാമേ ഒരുത്തരില്ല കഥ തീർത്ത സിറാത്തീനേതാ പോൽ ഒക്കെ പുലരും നീല പരിവെല്ലും ചരിതാ പോൽ. ഓ എന്റെ ആത്തിക്കോ, നിങ്ങൾ കണ്ട സ്വപ്നം ഇവിടെ നടക്കാൻ പോകുന്ന ഒരു സ്വപ്നമാണ്. ഇത് മക്കയിൽ നടക്കാൻ പോകുന്ന സ്വപ്നമാണ്. നിലവിൽ നിങ്ങൾ ഇത് ആരോടും പങ്കുവെക്കാൻ പാടില്ല. പിറ്റേന്ന് ആ അബ്ബാസ് റളിയല്ലാഹു അൻഹു ജോലിക്ക് പോവുകയായിരുന്നു. ജോലിക്ക് പോകുന്നതിനിടയിൽ തന്റെ ഉറ്റ സുഹൃത്തായ വലീദിനെ കാണുകയും ആരോടും ഈ സ്വപ്നം പുറത്തു പങ്കുവെക്കില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് ആ സ്വപ്നം അബ്ബാസ് റളിയല്ലാഹു അൻഹു വലീദിനോട് പങ്കുവെച്ചു. വലീദാകട്ടെ ഉത്ബയോടും പങ്കുവെച്ചു. ഉത്ബാകട്ടെ ഹുനൈനയോടും പങ്കുവെച്ചു. ഹുനൈനയാകട്ടെ അബൂജഹലിനോടും പങ്കുവെച്ചു. ആരാണ് അബൂജഹൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന വിരോധിയായ ആ അബൂജഹൽ ഈ വിവരം അറിയുകയും നബി അബൂജഹലെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കളിയാക്കാൻ വേണ്ടി ഒരു ടീം അങ്ങ് സെറ്റ് ആക്കിയാണ്. അബൂജഹലെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കളിയാക്കാൻ വേണ്ടി ഒരു ടീം സെറ്റ് ആക്കി മക്കയുടെ ഓരങ്ങളിലെല്ലാം കൂടി നിന്ന് അബ്ബാസ് തങ്ങളെ അങ്ങ് കളിയാക്കാൻ തുടങ്ങുകയാണ്. ഇതൊന്നും അറിയാതെ അബ്ബാസ് തങ്ങൾ തവാഫിനു വേണ്ടി മക്കയിലേക്ക് എത്തുകയാണ്. മക്കയിലെത്തിയ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂജഹൽ കണ്ടയുടനെ പരിഹസിക്കാൻ തുടങ്ങി. അല്ല അബ്ബാസേ, ആത്തിക എന്ന് പറയുന്ന പുതിയ വാചക വനിത വന്നിട്ടുണ്ടല്ലോ, ഇനി എന്തൊക്കെ ഞങ്ങൾ കാണണം. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഗൗരവത്തിൽ അബൂജഹലിനെ തിരിഞ്ഞു. സദസ്സിന്റെ മധ്യത്തിൽ വെച്ചാണോ പരിഹസിക്കുന്നത് അബൂജഹൽ? അബൂജഹൽ അങ്ങ് പേടിച്ചു പോയി. ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ഇത് കഴിഞ്ഞ് അബ്ബാസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. ലങ്ങളെ കുറവും അബൂജഹലീശമീയ ഭാഷം ഒക്കെ ചെവിയിൽ തരിത്ത് മകളിൽ കുരുത്തം നടുവത് മോശം സമയത്തിൽ പരമേ മൊളിന്റെ രജയിടും വിശേഷം തക്ക കുറവ പലത്തു മൊളിവർ മിക്ക സബബിന് ശേഷം. അബ്ബാസ് റളിയല്ലാഹു അൻഹു യാതൊരുവിധ കൂസലുമില്ലാതെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിൽ തന്റെ സഹോദരികളായ ഖുറൈശി വനിതകൾ കാത്തിരിക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരലും ഖുറൈശി വനിതകൾ ദേഷ്യത്തോടെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും നിന്നു. അബൂജഹൽ അവന്റെ കിങ്കരന്മാരും ഞങ്ങളെ കുറിച്ച് മോശം പറഞ്ഞെന്ന് കേട്ടു. നിങ്ങളൊന്നും പ്രതികരിച്ചില്ലേ? എന്താണ് നിങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത്? വീണ്ടും ദേഷ്യത്തോടെ ഖുറൈശി വനിതകൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു. പക്ഷേ ഖുറൈശി വനിതകൾക്ക് കളിപ്പ് തീരുന്നില്ലായിരുന്നു. അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, ജിങ്കപ്പുലി ഹംസയും പുലിക്കുട്ടി അലിയാർ തങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു. അവരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സംരക്ഷിക്കാൻ മക്കയിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെയാകട്ടെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും സുഖമില്ലാത്ത അബൂലഹബും മാത്രമാണുള്ളത്. എന്നിട്ടും നിങ്ങൾ എന്തായാലും പ്രതികരിച്ചേ മതിയാകൂ തങ്ങളെ, നിങ്ങൾ എന്തായാലും പ്രതികരിച്ചേ മതിയാകൂ. പിറ്റേ ദിവസം മക്കയിലേക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. പകുട്ടിന്നേരട്ടമിൽ പെട്ടത് സ്വന്തമുത്തായി മിത്തം പദത്തിരു അസ്തം ശിരസൂരിൽ മത്ത് വിളിത്തൊരത്തായി പട്ടുകുബസിൽ പകുട്ടൊരട്ടവിൽ വിട്ടത് മുത്തായി മിത്തം പദത്തിരു അസ്തം ശിരസിൽ മത്ത് വിളിത്തൊരത്തായി.
അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിലെത്തിയതും വീണ്ടും അബൂജഹൽ പരിഹസിക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഗൗരവത്തിൽ അബൂജഹലിനെ നേരെ തിരിഞ്ഞു. അബൂജഹൽ പേടിച്ചു പോയി, മക്കം പാതിമായി ഓടി രക്ഷപ്പെടുകയാണ്. പിറകെ അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഓടി 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 അബൂജഹൽ ജബൽ ഖുബൈസിന്റെ മുകളിലെത്തുന്നു. ജബൽ ഖുബൈസിന്റെ മുകളിൽ എത്തലോടുകൂടെ ഒരട്ടഹാസം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സിഗിര പാരായണം ഇവിടെ